സാധാരണഗതിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ദാരുണമായൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ മന്ത്രി ആ വീട്ടിലൊന്ന് പോയി സന്ദർശിക്കുക എന്നൊരു സാമാന്യ മര്യാദയുള്ളതാണ്. ഇവിടെ വീണ ജോർജ് മന്ത്രിയായിരുന്ന സമയത്ത് അവർക്കെതിരെ വലിയ ആക്ഷേപം പറഞ്ഞവരാണല്ലോ. എന്ത് സംഭവം ഉണ്ടായാലും ആ മേഖലയിൽ അവിടെ എത്തി ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടും അവരുടെ വീട്ടുകാരോടും ഒരനുതാപം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയ ആളായിരുന്നു വീണ ജോർജ്. എന്നാൽ ഇപ്പോഴത്തെ മന്ത്രി അവർ അംഗൻവാടിക്കാരെ സംബന്ധിച്ച് വലിയ അവകാശവാദമൊക്കെ ഈ അടുത്ത് അധികാരമേറ്റ സമയത്ത് ആദ്യം നടത്തി. അവിടുത്തെ MLA ശ്രീ ജനീഷ് കുമാർ ആ അന്തരിച്ച മേനകയുടെ അനാഥയായ കുട്ടി അനാഥയായി പോകാതിരിക്കാൻ അതിൻ്റെ വിദ്യാഭ്യാസ ചെലവ് മൊത്തം അദ്ദേഹം വഹിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് നൽകി അതിനെ ദത്തെടുത്ത കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. പക്ഷേ ആ വീട്ടിൽ ഈ കൊല്ലപ്പെട്ട, അതും ദാരുണമായി കൊല്ലപ്പെട്ട, പ്രത്യേകിച്ച് ഒരു ഒറ്റപ്പെട്ട വനപ്രദേശത്ത്, ആ വനപ്രദേശത്ത് ആരെ പഠിപ്പിക്കാനാണ് പോയത്? ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഏലകൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയ കുടിയേറ്റക്കാരായ തൊഴിലാളികൾ അവിടുത്തെ കൃഷിപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്ന കുടിയേറ്റക്കാരായ പണിക്കാരുടെ വീട്ടിലെ അവരുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് ഈ ടീച്ചർ അവിടെ നിയോഗിക്കപ്പെട്ടത്. ഈ ടീച്ചറുടെ ദാരുണമായ കൊലപാതകമുണ്ടായത്. ഈ കൊലപാതകത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ അയാൾ മാത്രമാണോ? അയാളുടെ കൂട്ടാളികളായി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്തരം കാര്യങ്ങളിലൊന്നും പോലീസിൻ്റെ വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കാര്യങ്ങളിലൊക്കെ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത ഈ മേഖലയിലുള്ള തൊഴിലാളികളോട് ഗവൺമെൻറ്റിൻ്റെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്